നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. തൊടുപുഴ വാർത്തകൾ. തൊടുപുഴ നഗരത്തിൽ കാലങ്ങളായി ക്ലീൻ ചെയ്യാതെ കിടന്നിരുന്ന ഓടകൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ വൃത്തിയാക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ ചർച്ചാ വിഷയമാകുന്നു. തൊടുപുഴ നഗരസഭ 4 വർഷം LDFന്റെ കീഴിൽ ഭരണമായിരുന്നെങ്കിലും വികസന പ്രവർത്തനങ്ങൾ വഴിമുട്ടിയെന്ന ആരോപണത്തിലാണ് ചെയർമാൻ സ്ഥാനം അവസാനം തെറിച്ചത്. ചില നാടകീയ രംഗങ്ങളിൽ കൂടി പിന്നീട് UDF അധികാരത്തിൽ വന്നെങ്കിലും ഇത്രയേറെ വികസന പ്രവർത്തനങ്ങൾ തൊടുപുഴ ടൗണിൽ തലങ്ങും വിലങ്ങും നടക്കുന്നത് കേവലം 8 മാസം മാത്രം കാലാവധി ഉള്ള കെ ദീപക് ചെയർമാൻ സ്ഥാനം ഏറ്റതിനു ശേഷം ടൗണിലെ മറ്റു വികസന പ്രവർത്തനങ്ങൾ കാലങ്ങളായി ശുചീകരിക്കപ്പെടാതെ കിടന്ന ഓടകൾ മുഴുവനും രാവിലെ 7 മണിക്കൊക്കെ തൊടുപുഴ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കെ ദീപകിനെ പൊതുജനങ്ങൾ കക്ഷി രാഷ്ട്രീയം മറന്ന് പ്രത്യേകിച്ച് സ്ത്രീകൾ ഉൾപ്പെടെ യുവാക്കളും വികസന പ്രവർത്തനങ്ങൾ ചർച്ചാ വിഷയമാക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇടുക്കിയുടെ കവാടമായ സ്മിത ഹോസ്പിറ്റലിന് സമീപം മഴ പെയ്താൽ വെള്ളക്കെട്ട് പൊങ്ങി റോഡിൽ കൂടെ കാൽനട യാത്രക്കാർക്ക് വരെ ബുദ്ധിമുട്ടായിരുന്ന സ്ഥലത്തെ ഓടകൾ സ്ലാബുകൾ പൊക്കി ഓട വൃത്തിയാക്കിയത് നാട്ടുകാർക്ക് തന്നെ അത്ഭുതമായി. കാലങ്ങളായി ശുചീകരിക്കപ്പെടാതെ കിടന്ന മണ്ണ്, വേസ്റ്റ് ഇതെല്ലാം ഓട നിറഞ്ഞു കിടക്കുന്നത് JCB ഉപയോഗിച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. ചിലരൊക്കെ വികസന പ്രവർത്തനങ്ങൾ ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്നത് അല്ലാതെ ഇതുപോലെ കൃത്യനിഷ്ഠതയോടെ തൊടുപുഴയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് പൊതുജനം പറയുന്നത്. തമാശയായാലും പൊതുജനം പറയുന്നത് കഴിഞ്ഞ ഏതാനും കാലഘട്ടങ്ങൾക്ക് മുമ്പ് തൊടുപുഴയാറ്റിലെ മണ്ണ് മാറ്റാൻ JCB ഇറങ്ങി പണിതതും ആ വകയിൽ വികസനത്തിന്റെ പേര് പറഞ്ഞ് എത്ര രൂപ ഫണ്ട് മാറ്റി ദുരുപയോഗം ചെയ്തു എന്നുള്ളതൊക്കെ മുൻകാല കൗൺസിലർമാർക്ക് സുപരിചിതമായിരിക്കും. എന്നാൽ ഇപ്പോൾ തൊടുപുഴ നഗരം മുഴുവനും റോഡിലേക്ക് ഇറങ്ങിക്കിടക്കുന്ന കാടുകൾ വെട്ടിത്തെളിച്ചുകൊണ്ടും ഓടകൾ വൃത്തിയാക്കിക്കൊണ്ടും പുതിയൊരു തൊടുപുഴയുടെ മുഖമാണ് ഇനി കാണാൻ പോകുന്നത്. റോഡ് സ്ലാബ് കയ്യേറി കച്ചവടം ചെയ്യുന്നവർക്ക് ചില പിരിമുറുക്കങ്ങൾ ഉണ്ടായാലും അടുത്ത കാലങ്ങളിൽ കയ്യേറ്റക്കാർക്കുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാണിത്. തൊടുപുഴ പട്ടണത്തിന്റെ ഹൃദയഭാഗത്തുള്ള റോഡുകൾക്ക് ഓടയില്ല എന്നും പറഞ്ഞ ചില വമ്പൻ ടീമുകൾ കയ്യേറി ഇപ്പോഴും കെട്ടിടം പണിയുന്നുമുണ്ട്. അങ്ങനെ റോഡ് കയ്യേറി കച്ചവടം ചെയ്യുന്നവർക്കും ഓടയിലേക്ക് മലിനജലം ഒഴുക്കുന്നവർക്കും 8ന്റെ പണി കിട്ടുമെന്നുള്ള ഉറപ്പാണ് ഈ ശുചീകരണ പ്രവർത്തനങ്ങളും കൂടി എന്ന് ഓർമ്മപ്പെടുത്താതിരിക്കാൻ വയ്യ. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും KK വിജയൻ.